എമ്പുരാൻ സിനിമയെ വിമർശിച്ച് RSS മുഖപത്രമായ ഓർഗനൈസർ. എമ്പുരാൻ ഹിന്ദു വിരുദ്ധവും ഭാരതവിരുദ്ധവുമെന്ന് വിമർശനം. മതവിഭാഗങ്ങൾ തമ്മിൽ വിവേചനമുണ്ടാക്കുന്ന ചിത്രമാണെന്നും ഹിന്ദുക്കളെ ഭീകരന്മാരായി ചിത്രീകരിച്ചുവെന്നും ഓർഗനൈസർ വിമർശിച്ചു. ഹിന്ദു സമൂഹത്തെ അപമാനിക്കാൻ ആസൂത്രിതമായ നീക്കം നടന്നു. ചരിത്ര വസ്തുതകളോട് വഞ്ചന കാണിക്കുന്നതാണ് സിനിമയെന്നും മുഖപത്രത്തിൽ പറയുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, RSS ശക്തമായ ഭാഷയിൽ എമ്പുരാനെ വിമർശിക്കുന്നു. മറ്റെന്തൊക്കെ? കൃഷ്ണരാജ്, പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന എമ്പുരാൻ സിനിമ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയ അജണ്ട ഒളിച്ചു കടത്താനുള്ള വേദിയായി ഉപയോഗിച്ചു എന്ന വിമർശനമാണ് RSS മുഖപത്രം ഓർഗനൈസർ ലേഖനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് വളരെ രൂക്ഷമായ വിമർശനം ഓർഗനൈസറുടെ ലേഖനത്തിലുണ്ട്. ഒന്ന്, ഹിന്ദു വിരുദ്ധവും ഭാരത വിരുദ്ധവുമാണ് സിനിമയിലെ ചില ഉള്ളടക്കങ്ങൾ. ഹിന്ദു സമൂഹത്തെ മുഴുവൻ നരഭോജികളായി ചിത്രീകരിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഗോത്രാനന്തര കലാപത്തിന്റെ ഒരു വശം മാത്രം ചിത്രീകരിച്ചുകൊണ്ട് ഈ കലാപത്തിന്റെ വസ്തുതകളോ അതിന്റെ തുടക്കമോ അത് എങ്ങനെയാണ് ആ ഒരു കലാപം ഉണ്ടായത് എന്നോ കാണിക്കാതെ കലാപത്തിന്റെ ഒരു വശം കാണിച്ചുകൊണ്ട് ഹിന്ദുക്കളെ മുഴുവൻ ഭീകരരായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് എമ്പുരാൻ സിനിമയിലൂടെ ഉണ്ടായത് എന്നുള്ളതാണ് RSS മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ അതിന്റെ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തെ അപമാനിക്കാനുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. വളരെ ആസൂത്രിതമായുള്ള രാഷ്ട്രീയ അജണ്ട ഒളിച്ചു കടത്താനുള്ള ശ്രമമാണ് എമ്പുരാൻ സിനിമയിലൂടെ ഉണ്ടായത് എന്നുള്ളതാണ് ഓർഗനൈസറിലൂടെ RSS വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനോ സിനിമയോ വിമർശിക്കുന്നതിനപ്പുറത്തേക്ക് ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെ ആ ചരിത്ര സംഭവത്തിന്റെ വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് മുൻപിൽ അവതരിപ്പിച്ചതിനെയാണ് RSS രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളത്. ഗോത്രാനന്തര കലാപത്തിന്റെ വസ്തുതകൾ നമുക്ക് മുൻപിലുണ്ട്. ഒരുപാട് മുൻപ് നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് 2002 നടന്നിട്ടുള്ള വസ്തുതകളാണ്. അതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങൾ, അതിൻ്റെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ, കോടതിയുടെ ഉത്തരവുകൾ, ഇവയെല്ലാം തന്നെ നമുക്ക് മുൻപിലുള്ള വസ്തുതകളാണ്. സബർമതി എക്സ്പ്രസിന് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തീവെക്കുകയും രാമഭക്തർ വെന്തുവരിച്ചതുമാണ് ആ കലാപത്തിന് തുടക്കമായതെങ്കിൽ ആ വസ്തുത പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അത് മാറ്റി നിർത്തിക്കൊണ്ട് അതിനുശേഷം നടന്ന ഗോത്രാനന്തര കലാപം മാത്രം ചിത്രീകരിക്കുകയും ഹിന്ദു സമൂഹത്തെ മുഴുവൻ ഭീകരരായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് എമ്പുരാനിൽ നടന്നിട്ടുള്ളത്. അതിനെയാണ് RSSന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ വിമർശിച്ചതും. പ്രേക്ഷകർ കാത്തിരുന്ന എമ്പുരാൻ സിനിമ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ ഹിന്ദു വിരുദ്ധത രാഷ്ട്രീയ അജണ്ട തിരികെ കയറ്റുന്നതിനും ഒളിച്ചു കടത്തുന്നതിനുമുള്ള വേദിയാക്കി ഉപയോഗിച്ചു എന്നുള്ളതാണ് ലേഖനത്തിലൂടെ വ്യക്തമാക്കിയത്. ഈ ഉള്ളടക്കത്തിനും ഹിന്ദു വിരുദ്ധതയ്ക്കുമെതിരെ RSSന്റെ മുതിർന്ന പ്രചാരകന്മാരായിട്ടുള്ള J. നന്ദകുമാറും A. ജയകുമാറും ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ കൃത്യമായ വിമർശനം ഉന്നയിച്ചിരുന്നു. സിനിമയിലുള്ള ഹിന്ദു വിരുദ്ധത, ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഹിന്ദു വിരുദ്ധതയാണ് RSSന്റെ മുതിർന്ന പ്രചാരകന്മാരും ഇപ്പോൾ RSS മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറും ചോദ്യം ചെയ്തുകൊണ്ട് വിമർശിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി RSS മുഖപത്രം ഓർഗനൈസർ രംഗത്ത്.